അസ്സലാമു അലൈക്കും. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വെച്ച ഓരോ പ്രവചനങ്ങളും അത് പുലരാതെ കടന്നു പോകില്ല. അത്തരത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പല പ്രവചനങ്ങളും പലതും നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കുകയും ചെയ്യും. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വെച്ച ഒരു അത്ഭുതമാക്കപ്പെട്ട പ്രവചനമായിരുന്നു ഇമാം മഹദിയുടെ ആഗമനം എന്ന് പറയുന്നത്. അത്തരത്തിൽ കടന്നുവരുന്ന മുസ്ലിം ലോകം കാത്തിരിക്കുന്ന ആ യുഗപുരുഷനായ ഇമാം മഹദിയെക്കുറിച്ച് കൃത്യമായ രൂപരേഖകൾ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ആരാണ് ഇമാം മഹദി? ഇമാം മഹദിയുടെ കുടുംബ പാരമ്പര്യം എന്താണ്? ഇമാം മഹദിയുടെ രൂപസാദൃശ്യം എങ്ങനെയാണ്? എവിടെ നിന്നാണ് കടന്നു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുത്തുനബി തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇമാം മഹദിയുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു വെച്ച ആ ഒരു പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു വെച്ച മറ്റൊരു പ്രവചനമാണ് ഇമാം മഹദിയുടെ പേരിൽ തങ്ങളാണ് ഇമാം മഹദി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കടന്നുവരും എന്നുള്ളതിനെക്കുറിച്ച്. നബി തങ്ങളുടെ ആ ഒരു പ്രവചനവും സത്യത്തിൽ ഈ ലോകത്ത് പുലർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ ഒട്ടനവധി ആളുകൾ തങ്ങൾ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം പുറത്തു നിന്നും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അത്തരത്തിൽ താൻ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് അഹമ്മദ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം സ്വയം ഇമാം മഹദിയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഇമാം മഹദിയാണെന്ന് അവകാശപ്പെടുമ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിൽ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു കൂട്ടം ജനത തന്നെ അദ്ദേഹത്തിന്റെ പിറകെയുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്നവരുടെ പിന്നാലെയെല്ലാം ഒരു കൂട്ടം ജനത സപ്പോർട്ടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഹമ്മദ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന ഇമാം മഹദിയാണെന്ന് അവകാശപ്പെടുന്ന ഈ മനുഷ്യനെ കുറിച്ച് എഴുതിയ ദീൻ ഇലാഹി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹം കണ്ടുമുട്ടി എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കയിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്രത്ത് ഗോഹർ ഷാഹിയെ കണ്ടുമുട്ടുന്നു. 1997 ജൂലൈ 28 ലണ്ടനിൽ നടന്ന ഒരു അഭിമുഖത്തിൽ ഹസ്രത്ത് ഗോഹർ ഷാഹി അവർകൾ താഴെ പറയുന്ന പ്രസ്താവനകൾ നടത്തി. 1997 മെയ് 29 ഞാൻ ന്യൂ മെക്സിക്കോയിലെ താവോസിലെ എൽമോണ്ടെ ലോഡ്ജിലായിരുന്നു. രാത്രിയുടെ 2ാം പകുതിയിൽ മുറിയിൽ ആരുടെയോ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. മുറിയിൽ വേണ്ടത്ര വെളിച്ചമില്ലായിരുന്നു. എന്റെ അനുയായികളിൽ ഒരാളായിരിക്കാം എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ എന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ എന്റെ ലതായിഫുകളിൽ വളരെയധികം ആനന്ദം അനുഭവപ്പെട്ടു. ഉന്നത ലോകത്തിലെ മജ്ലിസുകളും നബിമാരും സാന്നിധ്യത്തിലും എനിക്ക് അനുഭവപ്പെടുന്നതിന് സമാനമായ ആത്മീയ ആനന്ദം. അദ്ദേഹത്തിന് പല ഭാഷകളും സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി. ആ യുവാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഈസാ ഇബ്നു മറിയം, ഞാനിപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, അന്നും ഇന്നും എനിക്കൊരു വീടില്ല. നോക്കി, ഇവിടെ ഇമാം മഹദിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇമാം ഗോഹർ ഷാഹി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നോക്കി, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഇങ്ങനെയാണ്. ഈ ലേഖനം ചർച്ച ചെയ്യുന്നത് നാസയിലെ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് കണ്ടെത്തിയ ഒരു മനുഷ്യമുഖത്തെക്കുറിച്ചാണ്. ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ ഒരു ന്യൂസ് കട്ടിങ്ങും അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ജ്യോതിശാസ്ത്രജ്ഞനായ ഐസക് ഹോക്കിൻസ് അഭിപ്രായപ്പെട്ടു, നിസ്സംശയം പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂരതയിൽ കാണപ്പെടുന്ന മനുഷ്യമുഖത്തിന്റെ ചിത്രമാണിത്. ഇതിന് ഇഷ്ടാനുസരണം പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാകാനും കഴിവുണ്ട്. വർഷങ്ങളായി ഈ മുഖം നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാവാം. ഇത് ദൈവത്തിന്റെ മുഖമാവാം എന്ന ആശയവും ഞങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട്. 150 സൂര്യന്മാരുടെ വലിപ്പമുണ്ട് ഈ മുഖത്തിന് എന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. അതിന് താഴെ ഗോഹർ ഷാഹി അവറുകളുടെ ഈ ചിത്രം യഥാർത്ഥത്തിൽ തിതിലെ നൂരി എന്നറിയപ്പെടുന്ന ഒരു ആത്മീയ അസ്തിത്വമാണ്. പ്രത്യേകക്കാരായ ഔലിയാക്കളിൽ മാത്രമാണ് ഇതുണ്ടാകൂ. സൂഫിയാക്കളുടെ വിവിധ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അതായത് അഹമ്മദ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുഖം പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, പ്രപഞ്ചത്തിൽ മാത്രമല്ല സൂര്യനിലും ചന്ദ്രനിലും ഇദ്ദേഹത്തിന്റെ മുഖം കാണുന്നു എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ചിത്രങ്ങളും അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സൂര്യനിൽ അദ്ദേഹത്തിന് മുഖം കണ്ടു എന്നുള്ള രീതിയിൽ പുറത്തുവരുന്ന ഒരു ചിത്രം ഇങ്ങനെയാണ്. നാസ പുറത്തുവിട്ട സൂര്യന്റെ ചിത്രം. അതിന് താഴെ
സൂര്യന്റെ ചിത്രം ഘടികാര ദിശയിൽ തിരിച്ചിരിക്കുന്നു. അപ്പോൾ സൂര്യനിൽ കാണപ്പെടുന്ന ഗോഹർ ഷാഹി അവറുകളുടെ വിവിധ ചിത്രങ്ങൾ വ്യക്തമായി കാണുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് ചിത്രങ്ങൾക്ക് താഴെ മഹാനവറുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ ചിത്രങ്ങൾ. പിന്നീട് താഴെ കൊടുത്തിരിക്കുന്നു നാസ എടുത്ത സൂര്യന്റെ ഈ ഫോട്ടോയിൽ മഹാനവറുകളുടെ ചിത്രം വ്യക്തമായി കാണാം. എന്നിട്ട് യൂനിസ് അൽ ഗോഹർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായും ചന്ദ്രനും സൂര്യനും അങ്ങയുടെ മഹത്വത്തിന്റെ അടയാളങ്ങൾ വെളിവാക്കിയിരിക്കുന്നു. എന്നിരുന്നാലും അങ്ങയിലെ സത്യത്തിന്റെ തെളിവ് എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന അങ്ങ് തന്നെയാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി ചന്ദ്രനിലും അദ്ദേഹത്തിന്റെ മുഖം കണ്ടു എന്ന് അവകാശപ്പെടുന്ന ചില വാർത്തകളുണ്ട്. അള്ളാഹു പറയുന്നു, സമീപ ഭാവിയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിലും നിങ്ങൾ തന്നെയും നാം കാണിക്കും. ഇതാണ് സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ. അവന്റെ ദൃഷ്ടാന്തങ്ങൾക്കായി ആകാശങ്ങളിലും ഭൂമിയിലും ചക്രവാളങ്ങളിലും നോക്കുക. കിഴക്ക് നിന്ന് പ്രത്യക്ഷപ്പെടുന്നവനാരോ അവൻ്റേതാകുന്നു ഈ ദൃഷ്ടാന്തങ്ങൾ. ചന്ദ്രനിലെ ചിത്രം ഇടത്തേക്ക് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രത്തോട് കുറച്ച് ചന്ദ്രന്റെ ചിത്രങ്ങൾ കാണാം. ആ ചന്ദ്രന്റെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി കാണുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. നോക്കി ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ അനുയായികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും നിരവധി ആളുകൾ ഇദ്ദേഹത്തിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇത്തരത്തിൽ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ട മറ്റൊരു മനുഷ്യനായിരുന്നു മിർസ ഗുലാം അഹമ്മദ്. ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യനും ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായി ഇദ്ദേഹം ഇമാം മഹദിയാണെന്ന് അവകാശപ്പെടുന്നവർ ഒരുപാടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തിനേറെ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിനകത്ത് വന്നുകൊണ്ട് പോലും താൻ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തിയുണ്ടായിരുന്നു. 1979 നവംബർ 20 ജുഹൈമുൽ അൽ ഉത്തൈബി എന്ന് പറയുന്ന മനുഷ്യനും നിരവധി കൂട്ടാളികളും കൂടി ചേർന്നുകൊണ്ട് പരിശുദ്ധ ഹറമിനകത്ത് കടന്നു വരികയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള ചരിത്രങ്ങളൊക്കെ ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരു വല്ലാത്തൊരു ഭീകരാന്തം സൃഷ്ടിച്ച സമയമായിരുന്നു അത്. തീർത്ഥാടകരില്ലാതെ ഒരുപാട് ദിവസം പരിശുദ്ധ ഹറം ഒഴിഞ്ഞുകിടന്ന ഒരവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. അവസാനം സൗദി ഭരണകൂടം ആ എല്ലാ ആളുകളെ പിടികൂടുകയും അവരെ എല്ലാവരെയും വധിക്കുകയും ചെയ്തു എന്നുള്ള ചരിത്രമുണ്ട്. എന്തിനേറെ നമ്മുടെ കേരളത്തിൽ പോലും താൻ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു വല്ലാത്തൊരു കോമഡിയായിരുന്നു. മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു വ്യക്തി താൻ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്ന ഒരു കാഴ്ചയായിരുന്നു അത്. സത്യത്തിൽ ആ ഒരു വിഷയം ഒരു തമാശ രൂപത്തിൽ മാത്രമേ ആളുകൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അവസാനം പിന്നീട് ആ മനുഷ്യനെ ചില കേസുകളുടെ ഭാഗമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന കാഴ്ചകളും നമ്മൾ പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ തങ്ങൾ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തു വരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മഹദിയെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വെച്ചിട്ടും എന്തിനാണ് ആളുകൾ ഇത്തരം ആശയങ്ങളിലൂടെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇമാം മഹദി ഒരിക്കലും താൻ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെടുകയില്ല. നേരെ മറിച്ച് ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾക്കൊരു നേതാവ് വേണം, താങ്കൾ ഇമാം മഹദി തന്നെയാണ് എന്ന് ആളുകൾ അങ്ങോട്ട് പറയുന്ന സമയത്താണ് ഇമാം മഹദി താൻ ഇമാം മഹദിയാണെന്ന് പറയുക. ആ നിമിഷം വരെ ഇമാം മഹദി ഒരിക്കലും താൻ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെടുകയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് ഇമാം മഹദി. ഇമാം മഹദിയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ളയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുറുമയിട്ട പോലുള്ള കണ്ണുകൾ, തിളങ്ങുന്ന പല്ലുകൾ, വലിപ്പത്തിൽ നീണ്ട പുരികങ്ങൾ, വിശാലമായ നെറ്റിത്തടം, 40-നടുത്ത് പ്രായം തോന്നിക്കും. ഇതൊക്കെയാണ് ഇമാം മഹദിയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വെച്ചത്. മാത്രമല്ല ഇമാം മഹദി കടന്നു വരുന്നതിന് മുമ്പ് ഈ ലോകത്ത് സംഭവിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം കടന്നു വരാതെയാണ് ഇത്തരം ആളുകൾ ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഏതായാലും 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇമാം മഹദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച ആ മനോഹരമായ പ്രവചനം, അത്ഭുതമാക്കപ്പെട്ട പ്രവചനം സത്യത്തിൽ ഈ ലോകത്ത് പുലർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.